ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കണവ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ, ഇത്രയും വലിയ കണവ. അപ്പോൾ ഇത് നല്ലോണം ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണവയുടെ. അപ്പോൾ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഫസ്റ്റ് പൊട്ടിക്കുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ ചേർത്ത് കറിവേപ്പില നല്ലപോലെ എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഈ സമയത്ത് കണവ ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളിയും കൂടെ ഒന്ന് വാടി വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഫസ്റ്റ് ഇത് മൂന്നും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കണവ ഇതിലേക്ക് ഇടുക. റോസ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് കണവ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിതിപ്പോൾ വലിയ കണവ ആയതുകൊണ്ട് ഒന്ന് വേവിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റായി എന്ന് കാണുമ്പോൾ കുറച്ച് മസാലപ്പൊടിയും കുരുമുളക് പൊടി നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ നമ്മുടെ കണവ റോസ്റ്റ് റെഡി. താങ്ക് യു.